ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു പുതിയ PSC എക്സാം നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. VFA അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം, ഈ വർഷം അവസാനം തന്നെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതിൻ്റെ വേക്കൻസി, ഇതിൻ്റെ എക്സാം എങ്ങനെയാണ്, എക്സാം പാറ്റേൺ, സിലബസ്, അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. VFA അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, വില്ലേജ് ഓഫീസിൽ പോകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും വില്ലേജ് ഓഫീസിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ അപേക്ഷയൊക്കെ കൊടുക്കുന്നത് ശരിക്കും വില്ലേജ് ഓഫീസറിനല്ല, അവിടെ ഇരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർക്കാണ്. അതായത് വില്ലേജ് ഓഫീസറിൻ്റെ തൊട്ട് താഴത്തെ പോസ്റ്റ്, അതായത് ആ ഒരു ഓഫീസിൽ വില്ലേജ് ഓഫീസറിൻ്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റായ വില്ലേജ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറയുന്നവർക്കാണ് നമ്മൾ ഈ അപേക്ഷ കൊണ്ട് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അവർ അത് നോക്കി വെരിഫൈ ചെയ്തിട്ടാണ് വില്ലേജ് ഓഫീസറുടെ അടുത്തേക്ക് ഈ ഒരു നമ്മുടെ ആ ഒരു അപേക്ഷ പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു വില്ലേജ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് വില്ലേജ് ഓഫീസർ, അതിന് താഴെ വരുന്നതാണ് വില്ലേജ് അസിസ്റ്റന്റ്. വില്ലേജ് അസിസ്റ്റന്റ് എങ്ങനെയാ ആ ഒരു പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ LDC എക്സാം 10th ക്വാളിഫിക്കേഷനുള്ള LDC എക്സാം ഒക്കെ എഴുതിയിട്ട് പല പല ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ടാണ് നമുക്ക് നിയമനം ലഭിക്കുന്നത്. അത് നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടാം, നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചില്ല. ഇപ്പോൾ LDC എക്സാം എഴുതിയിട്ട് കിട്ടുന്നതാണ് ഈ വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അവിടെ നിയമനം ലഭിക്കുന്നത് ആ വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് LDCയിൽ നിന്നും എടുക്കുന്നവരെയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ വരുന്നതാണ് ഈ VFA എന്ന് പറയുന്നത്. അപ്പോൾ ഈ VFAയും അതുപോലെ വില്ലേജ് അസിസ്റ്റന്റും സെയിം ക്വാളിഫിക്കേഷനാണ്. 10th ലെവൽ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ്. എന്നിരുന്നാൽ കൂടി വില്ലേജ് അസിസ്റ്റന്റാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്, കാരണം അവിടെയാണ് കൂടുതൽ പ്രൊമോഷൻസും ഒക്കെ ഉള്ളത്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് അസിസ്റ്റന്റിന്റെ കീഴിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ അവിടെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. വില്ലേജ് അസിസ്റ്റന്റ് VFAയും സെയിം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, സെയിം ലെവൽ എക്സാം എഴുതി വരുന്നവരാണ്. പക്ഷേ അവിടെ ആ ഒരു പോസ്റ്റിന് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ വില്ലേജിൽ തന്നെ, അതായത് നമ്മുടെ വീടിന് അടുത്ത് തന്നെ നമുക്ക് ജോലി കിട്ടുന്ന ഏറ്റവും നല്ലൊരു സുവർണ അവസരം തന്നെയാണ് VFA എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് കളയാനും പറ്റില്ല. അപ്പോൾ നമുക്കറിയാം LDC എക്സാം പോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ് VFAയും. ഓരോ ജില്ലകളിലും ഒരുപാട് വില്ലേജുകളുണ്ട്. അപ്പോൾ അവിടേക്ക് പ്രത്യേകം ഓരോ ജില്ലകളിലായിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇനി നമ്മൾ ഏത് ജില്ലയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ വില്ലേജുകൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വില്ലേജിൻ്റെ എണ്ണം കൂടുതലാണ്, അതുപോലെ തൃശ്ശൂർ കൂടുതലാണ്, കാസർഗോഡ് കൂടുതലാണ്, പാലക്കാട്, മലപ്പുറം, അവിടെയൊക്കെ വില്ലേജ് ഓഫീസിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത്രയും നിയമനങ്ങളും നടക്കും. പക്ഷേ ചില ആൾക്കാരുണ്ട് സ്വന്തം ജില്ലയിൽ തന്നെ വെച്ച് അവിടെ തന്നെ എക്സാം എഴുതി എത്രയും നല്ലൊരു റാങ്ക് നേടി അവിടെ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ ജോലി വാങ്ങണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും എല്ലാം ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റ് വരാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇതിൻ്റെ ഈ വർഷം ലാസ്റ്റ് വന്നാൽ മാത്രമേ അടുത്ത വർഷം ആദ്യത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത വർഷം പകുതിയോടുകൂടിയൊക്കെ എക്സാം നടത്തി അവർക്ക് റാങ്ക് ലിസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അടുത്ത ലിസ്റ്റ് ഇടാനുള്ള ആ ഒരു ടൈം കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDCയുടെ സെയിം സിലബസ് ആണ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സെയിം സിലബസ് ആണ്. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനി എത്ര എക്സാം ഉണ്ട്, പ്രിലിമിനറി എക്സാം ഉണ്ടോ, മെയിൻ എക്സാം ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞിട്ടില്ല, PSC എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് തോന്നുന്നത് ഒരു ചാൻസ് ഉണ്ട്, ഒറ്റ പരീക്ഷ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ LDC 10th ലെവൽ എക്സാം ആണ്, അത് ഒരു എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാനും പ്രിലിമിനറി ഇല്ല. എന്നാൽ കൂടി ആ സമയത്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻ 10th ലെവലിൻ്റെ വരുന്നുണ്ട്. അതായത് ബീവറേജ് LD വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ നോട്ടിഫിക്കേഷനും കൂടെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു പ്രിലിമിനറി പരീക്ഷയായിട്ട് നടത്താൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിനോടൊപ്പം വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഒറ്റ എക്സാം മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് പറയാൻ പറ്റുള്ളൂ ശരിക്കും. എന്നാലും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ ഒരു എക്സാം മാത്രമേ കാണുകയുള്ളൂ എന്നും പ്രതീക്ഷിക്കാം. ഇനി 2027 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് 2027.
അപ്പോൾ 2027 തീർച്ചയായിട്ടും അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അപ്പം നിലവിൽ വരണമെങ്കിൽ 2026 എക്സാം ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നുള്ളത് ഇതിൻ്റെ ഒരു ഏജ് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവരാണ്. അതിൽ OBC 39 വയസ്സ് വരെ അവർക്ക് OBCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ SC STക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 17,000 മുതൽ 37,500 വരെയാണ് ഇത് സാലറിയാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ VFAയിൽ നിന്നും VFA എക്സാമിൽ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 200 മുതൽ 240 വരെയൊക്കെ ആൾക്കാരെ എടുത്തിരുന്നു പല പല ജില്ലകളിലായിട്ട് കേട്ടോ. അതിൽ ഏറ്റവും കുറവ് ആൾക്കാരെ എടുത്തത് ഇടുക്കിയിലാണ്. അവിടെ 150 ആൾക്കാരെ എടുത്തിട്ടുള്ളൂ. പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അപ്പോൾ VFAയെ കുറിച്ചുള്ള ജോലി എന്താണ്, അതായത് വില്ലേജ് അസിസ്റ്റൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. നമുക്കറിയാം LDC സിലബസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ LDC കിട്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ വേറെ ജോലികൾക്ക് പോകുന്നുണ്ടായിരിക്കും, ഇനി PSC എക്സാം എഴുതുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ LDC എക്സാം എഴുതിയിട്ട് നിങ്ങൾ വിഷമിച്ചാണ് മാറി ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. കാരണം ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ ഇങ്ങനെ വെറുതെ കടന്നു പോകുന്നു. നമ്മളിങ്ങനെ വിഷമിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ടൈമുണ്ട്. അപ്പം ഞാൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒരു എക്സാം വരുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ അവസരമാണ്. അതുപോലെ ബീവറേജ് LD വരുന്നുണ്ട്. അപ്പോൾ ഒരു LDC പോയെങ്കിൽ ആ LDCയുടെ അത്രയും ഒഴിവുകൾ ഇത്രയും എക്സാമിനും കൂടെ നമുക്ക് വീണ്ടും ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ അത് അടുത്ത വർഷം തീർച്ചയായിട്ടും ഇത്ര എക്സാംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ട് നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഒരുപാട് ടൈമുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ ഇനി പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് SCRT നിന്നും തുടങ്ങുക. അപ്പോൾ പുതിയ SCRT ഡീറ്റെയിൽസൊക്കെ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പഴയ SCRTയും കൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ SCRTയും തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഈ 10th ലെവൽ എക്സാമൊക്കെ പ്രത്യേകിച്ച് SCRTന്ന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. അപ്പോൾ SCRT കംപ്ലീറ്റ് ചെയ്യുക ആദ്യം, അതിനുശേഷം മാത്സും ഇംഗ്ലീഷും കറണ്ട് അഫെയറും നോക്കി പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10th ലെവൽ അടിച്ചെടുക്കാൻ ഇതിനേക്കാൾ മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും SCRT നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.